Okay. Hi guys, welcome to KCS classes. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് അല്ല, ടോപ്പിക്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആൻഡ് ലേറ്റർ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് 2 മാർക്ക് 4 മാർക്ക് ആൻഡ് എസ്എ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. റീഡിംഗ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് 2, പ്രാക്ടീസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. റീഡിംഗ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് 1 and 2 ആ 3 യൂണിറ്റ്സുമാണ് 4ാമത്തെ യൂണിറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം 4ാമത്തെ യൂണിറ്റിലുള്ളത് പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യലാണ് ഇതിൽ പ്രാക്ടീസ് യൂണിറ്റിലുള്ളത്. പിന്നെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത് എസ്എ റൈറ്റിംഗ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. അത് വേറെ ടോപ്പിക്സ് ആണ്. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ബേസിക്കലി മൊത്തത്തിൽ ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പേപ്പറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി തിയറിറ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരിക. അപ്പം ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, സെൻറ്റൻസസ് കറക്റ്റ് ചെയ്യാനായിരിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, ഏത് വേർബ് അവിടെ ഇടണം, അല്ലെങ്കിൽ പല സെൻറ്റൻസുകൾ ട്രാൻസ്ഫോം ചെയ്യാൻ പറയലായിരിക്കാം. ഓക്കെ, പല ടെൻസിലുള്ള സെൻറ്റൻസുകൾ എഴുതാൻ പറയലായിരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട് അല്ലേ, ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറയലായിരിക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് വരാൻ പോകുന്ന റീഡിംഗ് കോംപ്രഹെൻഷന് ഒരു പാസേജ് തന്നിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരാം. പിന്നെയുള്ളത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന 3 വർക്ക്സ് ഉണ്ടല്ലോ, ഫിക്ഷണൽ വർക്ക്സ്. വി ഹാഡ് APJ അബ്ദുൽ കലാംസ് വർക്ക്, വി ഹാഡ് ദ ഓപ്പൺ വിൻഡോ, അതുപോലെ തന്നെ നമുക്ക് ദ ബ്ലെസ്ഡ് ഡാംസൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ 3 വർക്കുകളിൽ നിന്നും എന്ത് വരാം, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിച്ചുകൊണ്ട് വരാം. അത് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ, അതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ പറഞ്ഞിട്ടും വരാം. സോ അതാണ് വരാൻ ചാൻസസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. എങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം വിൽ സ്റ്റാർട്ട് വിത്ത് ബ്ലോക്ക് 1 അല്ല, ഫസ്റ്റത്തെ യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്ങിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉണ്ടാവുക. ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് റീഡിങ്ങിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോസ് റീഡിങ് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ക്യാൻ കം. ക്ലോസ് റീഡിങ് സംടൈംസ് കോൾഡ് എക്സ്പ്ലിക്കേഷൻ ഓഫ് എ ടെക്സ്റ്റ് മീൻസ് ഡെവലപ്പിംഗ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ടെക്സ്റ്റ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്മോൾ details and the larger ideas comprehended from the textual contents of suggestion. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിലുള്ള ഡീറ്റെയിൽസ് ആൻഡ് സിമ്പിൾസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്തോ അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇവിടെ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പർപ്പസസ് എന്തൊക്കെയാണുള്ളത്. റീഡിങ് ഇസ് ഐ കാണ്ട് ഓപ്പൺ ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, എന്താണ് ടെക്സ്റ്റ് ഡീകോഡ് ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, നോളജ് കിട്ടാനായിട്ട്, റെഫറൻസുകൾ കിട്ടാനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ 4 പർപ്പസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ഇൻവോൾവ്ഡ് ഇൻ റീഡിങ്. അപ്പോൾ അതിൽ സ്കിമ്മിങ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്. ഒബ്വിയസ്ലി വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ടു സ്കിമ്മിങ് ആസ് വെൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് സ്കിമ്മിങ് എന്ന് നോക്കുക. ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കുക, സ്കിമ്മിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാസ്റ്റ് റീഡിംഗ് ആണ് അല്ലേ. നമ്മളിങ്ങനെ ഓടിച്ചിട്ട് വായിക്കുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമിന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഓടിച്ചിട്ട് വായിക്കുന്നതിന് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയും. അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ആൻഡ് എങ്ങനെയാണ് സ്കിം ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ABCD ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. നെക്സ്റ്റ് സ്കാനിങ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് സ്കാനിങ് എന്ന് പഠിക്കുക. സ്കാനിങ് ഇസ് വാട്ട്, ഗോയിങ് ത്രൂ ലൈൻസ്, പാരഗ്രാഫ്സ് ആൻഡ് പേജസ് ക്വിക്ക്ലി ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ അറിയാം, അതിനുള്ള ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി പോകുന്നതിന് സ്കാനിങ് എന്ന് പറയുന്നു. അതിനും ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. റെഫറിങ് ടു എ ഡിക്ഷണറി ആൻഡ് റീഡിങ് എ യൂസേഴ്സ് മാനുവൽ എല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ സ്കാനിങ്ങിൻ്റെ പ്രോസസ്സും കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ക്ലോസ് റീഡിങ് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ലുക്കിംഗ് paying attention to the text and looking at the symbols of a text and trying to understand the text അല്ലേ. ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെ സിമ്പിൾസ് ആണോ അതൊക്കെ എല്ലാം മനസ്സിലാക്കി ഓഥർ എങ്ങനെയാണ്, സ്റ്റൈൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഓഥർ ലൈക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള കഥയിൽ എന്ത് റെലവൻസ് ആണ് സോഷ്യലി ഉള്ളത്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയാം. അതിന് മറ്റൊരു പേരെന്താണെന്നും കൂടി ചോദിച്ചേക്കാം, വിച്ച് ഇസ് തറോ റീഡിങ്. അപ്പോൾ അതൊന്ന് മനസ്സിലൊന്ന് നോട്ട് ചെയ്യുക. ആൻഡ് എക്സാമ്പിൾസ് ഒബ്വിയസ്ലി നോക്കി വയ്ക്കുക. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റീഡിങ് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി. അപ്പോൾ നമ്മളിപ്പം നമ്മളുടെ ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ
അബ്ദുൽ കലാം സാറിൻ്റെ എസ്സേ, അതുപോലെ ഓപ്പൺ വിൻഡോ, അതുപോലെ ബ്ലെസ് ഡാംസിൽ, അതൊക്കെ നമ്മൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന് വായിച്ചതാണ് അല്ലേ. മാത്രമല്ല നമ്മൾ അത് അനലൈസ് ചെയ്യുകയും ചെയ്തു. അതിനെ ക്ലോസ് റീഡിംഗ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റുകൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു മൊഡ്യൂസേ ഒരു അനാലിസിസ് നടത്തുമ്പോഴൊക്കെ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്നതിന് ക്ലോസ് റീഡിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. ഇനി ഇതിന് 3 സ്റ്റെപ്സ് ഉണ്ട് ക്ലോസ് റീഡിങ്ങിന്. ഏതൊക്കെയാണ്? റീഡ് ദ ടെക്സ്റ്റ് thoroughly. അപ്പം എങ്ങനെയാണ് ടെക്സ്റ്റ് എങ്ങനെയാണ് thoroughly, ഭയങ്കര വാട്ട് ഇസ് ഇറ്റ്, ഡീറ്റെയിലിൽ എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുക? സെൻട്രൽ തീം എന്താണെന്ന് നോക്കുക, സെൻട്രൽ മെസ്സേജ് എന്താണെന്ന് നോക്കുക, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക, സെറ്റിംഗ് നോക്കുക, എന്ന് വെച്ചാൽ ഏത് സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇന്നൊരു കാര്യം പറയുന്നതിൽ എങ്ങനെയാണ് അത് സോഷ്യലി ഇപ്പോൾ റെലവൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ വായിക്കുന്ന ഒരു കഥയിൽ ലെറ്റ്സ് സേ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ റേസിയുടെ കഥയിലേക്ക് തന്നെ വരാം. ദിസ് ഈസ് ലൈക്ക് ദ 4th ടൈം ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റേസീസ് സ്റ്റോറി. അപ്പം റേസിയുടെ സ്റ്റോറിയിൽ നമ്മൾ വായിച്ചിരുന്നു എന്താണ്, റേസിക്ക് രാവിലെ എണീക്കേണ്ടി വന്നു ബിക്കോസ് ഷീ വാസ് എ ഗേൾ ആൻഡ് ഷീ വാസ് എക്സ്പെക്റ്റഡ് ടു വേക്കപ്പ് ഇൻ ദ മോർണിംഗ് അല്ലേ. അപ്പോൾ റേസിക്ക് ഒരു സിബ്ലിങ്സോ കസിൻസോ ഉള്ളത് അവിടെ അപ്പുറത്ത് സുഖമായിട്ട് ആൺകുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അവിടെ റേസി അവിടെ എണീക്കുന്നതും അതുപോലെ തന്നെ റേസിക്കുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും എന്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണിക്കാം. പേട്രിയാർക്കി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ എത്ര പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് അൺഫെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ദേ ഹാവ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് എന്നുള്ളത് ഇപ്പോഴും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ ഉള്ള ഐഡിയാസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദാറ്റ് കംസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പ്രൊസീജിയർ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ക്ലോസ് റീഡിങ്ങിൻ്റെ ലാസ്റ്റ് വരേണ്ടത് അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, സെൻട്രൽ തീം നോക്കുക, ക്യാരക്ടേഴ്സ് നോക്കുക, വാട്ട് എൽസ്, സെറ്റിംഗ് നോക്കുക, എന്താണ് കഥയിൽ നടക്കുന്നത് നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് റെക്കഗ്നൈസ് പാറ്റേൺസ്. എന്തെങ്കിലും പാറ്റേൺസോ മെത്തേഡ്സ് ഉണ്ടോ? ഈ ടെക്സ്റ്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ആദ്യം പ്രോബ്ലം എഴുതിയിട്ട് പിന്നെ ഒരു സൊല്യൂഷൻ പോലെയാണോ എഴുതിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ഭയങ്കര വിവരിച്ച് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് നന്നായിട്ട് വിവരിച്ചാണോ എഴുതിയിരിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവായിട്ടാണോ എഴുതിയിരിക്കുന്നത്? എന്തെങ്കിലും റിക്കറിങ് ആയിട്ടുള്ള തീംസ് ഉണ്ടോ? എന്തെങ്കിലും ഫ്രേസുകൾ, എന്തെങ്കിലും വരികൾ റിപ്പീറ്റഡ് ആവുന്നുണ്ടോ? എന്തെങ്കിലും കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം യൂസ് ചെയ്യുന്ന ടോൺ എന്താണ്? ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ് സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി റീഡ് ദ പാസേജ്, റീഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് എങ്ങനെയാണ് ഈ സ്റ്റോറി കണക്റ്റഡ് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, നൗ വി ഹാവ് അമ്യൂസിക് റീഡിങ്. എന്താണ്? ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അമ്യൂസിക് റീഡിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, വി റീഡ് ഫോർ പ്ലെഷർ. ഫോർ എക്സാമ്പിൾ മാഗസീൻസ് വായിക്കുക, എന്തെങ്കിലും ഫിക്ഷണൽ ബുക്സൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വായിക്കുക, അതായത് അധികം തോട്ടൊന്നും ഇല്ലാതെ വി റീഡ് ഇറ്റ് ഫോർ ഫൺ. അതിന് അമ്യൂസിക് റീഡിംഗ് എന്ന് പറയുന്നു. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, അത് വായിക്കുക. ആൻഡ് ഓൾസോ അതിന് വേറൊരു പേരുണ്ട്, ടൈം പാസ് റീഡിംഗ്. അതും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓൾസോ നോട്ട് ആൻ എക്സാമ്പിൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഇനി ഇവിടെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വെച്ചോളൂ. ഒന്നുമില്ല, 2 വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം ഉണ്ടാകാം, അത് കണ്ടുപിടിക്കുന്നതിനാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയാം. ദ റീഡർ ലൊക്കേറ്റ്സ് ആൻഡ് സ്പെസിഫിക്കലി അണ്ടർസ്റ്റാൻഡ്സ് ദ ഓതേഴ്സ് മെസ്സേജസ് ഫോളോവിങ് സർട്ടൻ സജഷൻസ് ആൻഡ് ക്ലൂസ് വിച്ച് ഹി ഓർ ഷീ ഡിസേൺസ് ആൻഡ് സം വേർഡ്സ്. അപ്പോൾ ചില വേർഡ്സിലോ എക്സ്പ്രഷൻസിലോ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസിലോ പങ്ക്ച്വേഷൻസിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മീനിങ് കണ്ടുപിടിക്കുന്നതാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. യു ക്യാൻ ഈസിലി റൈറ്റ് ദാറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ആൻഡ് പിന്നെ ഇവിടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെയാണ്? ഒരു പാസേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതെ, യു ക്യാൻ റീഡ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ വേറൊരു പാസേജ് ആയിരിക്കും വരുന്നത്. ഹൗവെവർ, ഓക്കെ, മറ്റൊരു പാസേജ് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ഇറ്റ് എന്നുള്ളതാണ്. ഓൾറൈറ്റ്, ഇനി വാട്ട് ക്യാൻ ബി ദി ഓതേഴ്സ് ഇൻറ്റൻഷൻ. എന്താണ് ആ പാസേജ് എഴുതിയപ്പോഴുള്ള ഓതറിൻ്റെ ഇൻറ്റൻഷൻ? അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റേസിയുടെ സ്റ്റോറി. അപ്പം ഓത്തർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടി ഈസ് ഫ്രസ്ട്രേറ്റഡ്, ഷീ ഹാഡ് ടു വേക്ക് അപ്പ് ഏർലി. അപ്പം വാട്ട് ഇസ് ഇറ്റ്? can be hidden behind. All right, yeah, discrimination against women, അതാണ് അത് കാണിക്കാനായിട്ടാണ് ഓത്തറിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്വസ്റ്റ്യൻസ്, ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും വായിക്കണം. 1 മാർക്കിനോ 2 മാർക്കിനോ വരാൻ സാധ്യതയുള്ളതാണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വി ഹാവ് റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷനിൽ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, പാസേജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് റീഡിങ് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് അത് ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുകൂടി നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്, ബട്ട് എന്നാലൊന്ന് വായിച്ചു നോക്കിക്കോളൂ എങ്ങനെയാണ് നമുക്കതൊന്ന് ഡൈസെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഹൗവെവർ റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ വാട്ട് ഈസ് ഇറ്റ്, ഒരു
ഒരു മീനിങ് എന്ന് പറയില്ല, ബട്ട് ഒരു കുഞ്ഞ് ഡെഫിനിഷനായിട്ട് ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വാട്ട് ഈസ് റീഡിംഗ് കോംപ്രഹെൻഷൻ? ഓക്കെ. Process of interpretation can be important. 3 levels are used to characterize the process involved in text interpretation. Text interpretation 3 levels എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരാം, 2 മാർക്സിന് വരാം. എന്തൊക്കെയാണ്? വി ഹാവ് ലിംഗ്വിസ്റ്റിക്, മൈക്രോസ്ട്രക്ചർ ആൻഡ് മാക്രോസ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടെക്സ്റ്റിലുള്ള പെർട്ടിക്കുലർ വേർഡ്സ് മീനിങ്സ് ആണ് കണ്ടുപിടിക്കുക. മൈക്രോസ്ട്രക്ചറിൽ എന്താണ് കണ്ടുപിടിക്കുക? കുറച്ച് ആ വേർഡ്സിൽ നിന്നും കുറച്ചുകൂടി വലുതായിട്ടുള്ള കുറച്ച് ഫ്രേസുകളോ സെൻറ്റൻസുകളോ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. ആൻഡ് ഫൈനലി മാക്രോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മൊത്തം ടെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിലെ തീംസ്, ടോപ്പിക്സ്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ റെലവൻസി എല്ലാം നോക്കുന്നത് മാക്രോ സ്ട്രക്ചറിലാണ്. ഓക്കെ. നൗ the ability to recognize the words, the capacity to retain information, the competence to scan backward, sentence among many other skills in product to make connections. ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? റീഡിംഗ് കോംപ്രഹെൻഷൻ മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ വേണ്ട സ്കിൽസിൻ്റെ ലിസ്റ്റാണിത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ 2 മാർക്സിന് വരാവുന്നതാണ്. നെക്സ്റ്റ്, 3 levels of categorization of reading form together a method. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലിംഗ്വിസ്റ്റിക് ലെവൽ 1, മൈക്രോസ്ട്രക്ചർ ലെവൽ 2, മാക്രോസ്ട്രക്ചർ ലെവൽ 3. എന്തിൻ്റെ? പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ. ഈ 3 ലെവലും കൂടി ഒരുമിച്ച് നമുക്ക് ടെക്സ്റ്റ് ബേസ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് സിറ്റുവേഷൻ മോഡൽ? ഇറ്റ്സ് ബീങ് ഡെവലപ്ഡ് ഹിയർ ഇൻ വിത്ത് ദ റീഡേഴ്സ് അറ്റ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ് ഓൺലി ത്രൂ ടെക്സ്ച്വൽ ഇൻഫർമേഷൻ. ദെൻ ദ റീഡേഴ്സ് തിങ്ക് ബിയോണ്ട് ദ ടെക്സ്ച്വൽ മീനിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ ആദ്യം ടെക്സ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റോറി എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം വാട്ട് ഈസ് എ ടെക്സ്ച്വൽ മീനിങ്ങിൽ നിന്നും പുറത്തേക്ക് ചിന്തിച്ച് ജനറൽ നോളജായിട്ട് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ സെയിം തിങ്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് സിറ്റുവേഷൻ മോഡൽ. സോ ദാറ്റ് വാസ് ദ 3rd യൂണിറ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ 3 ടെക്സ്റ്റുകളാണ്. അനലൈസിങ് ലിറ്ററേച്ചർ. ആദ്യം തന്നെ ചെയ്യേണ്ടത് എല്ലാ വർക്കും, ഫോർ എക്സാമ്പിൾ റീമൻ മെസ്സേജ്, ഓപ്പൺ വിൻഡോ, അതുപോലെ തന്നെ വാട്ട് വാസ് ദ 3rd വൺ? ഡാംസൽ, ബ്ലെസ്ഡ് ഡാംസൽ. 3ഉം നന്നായിട്ട് വായിക്കുക. ഓക്കെ. ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ പോരാ. ഐ മീൻ ഈ ടെക്സ്റ്റിലുള്ള സമ്മറി വായിച്ചാലും മതിയാവും, ബിക്കോസ് അതിൻ്റെ അനാലിസിസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അത് വായിച്ചതിന് ശേഷം ഓഥർ, ഓക്കെ, ടെക്സ്റ്റ് വായിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഓഥറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ടെക്സ്റ്റ് വായിക്കുക, അതിനുശേഷം അനാലിസിസ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കുക. എങ്ങനെയാണ് അനാലിസിസ് എഴുതേണ്ടത് എന്നുള്ള ഫോർമാറ്റ് നോക്കി വയ്ക്കുക. ഓക്കെ. സോ ആദ്യം ഓഥറിനെ കുറിച്ച് വായിക്കുക, ടെക്സ്റ്റ് വായിക്കുക, അനാലിസിസ് വായിക്കുക. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അതുപോലെ തന്നെ തീംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് അനാലിസിസിൽ പെടുന്നതാണ് കേട്ടോ. സോ അതൊക്കെ നോക്കണം. പിന്നെ ബ്ലെസ്ഡ് ഡാംസൽ സെയിം തിങ്, പോം വായിക്കുക, ഓഥറിനെ കുറിച്ച് വായിക്കുക, ആൻഡ് സമ്മറി ആൻഡ് അനാലിസിസ് വായിക്കുക. അവിടെയും കുറച്ച് കോണ്ടെക്സ്റ്റ് തീംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇമേജറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. ഓൾറൈറ്റ്. സോ ഇവിടെ ഇമേജറി എന്താണ്, അതെന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമേജറി ഈസ് എ വിവിഡ് ആൻഡ് ഡൈനാമിക് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് എൻഗേജസ് ദ സെൻസസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ദ റീഡർ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെച്ചേക്കുക. അത്രയേ ഉള്ളൂ for the 4th chapter. So unit 1 is done. Let's move on to block number 2, language development. Language development നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് കേട്ടോ പാർട്സ് ഓഫ് സ്പീച്ച്, ബിക്കോസ് നമ്മളുടെ 8 പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള പല ക്വസ്റ്റ്യൻസും വരാം. അതായത് ഇപ്പോൾ നൗൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് എന്താണ്, ഈവൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വരെ ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, വാട്ട് ആർ ദർ യൂസസ്, ഹൗ യു ക്യാൻ യൂസ് ദം ഇൻ എ സെൻറ്റൻസ് എന്നൊക്കെ ചോദിച്ചിട്ട് വരാൻ സാധ്യതയുള്ള വളരെയേറെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. നൗൺ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പ്ലേസ്, പേഴ്സൺ ഓർ ആനിമൽ ഇസ് എ നൗൺ ആൻഡ് തിങ് ഇസ് എ നൗൺ. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്, കോൺക്രീറ്റ് ആൻഡ് ആബ്സ്ട്രാക്ട്, അതിലും പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കൊളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺസ് ഉണ്ട്. അതെല്ലാം നോക്കി വെച്ചിരിക്കുക. സെയിം തിങ് വിത്ത് ഇതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതെല്ലാം നോക്കണം, കാണാപ്പാടം പഠിക്കണം ഞാൻ പറയില്ല, ബട്ട് അറിഞ്ഞു വെച്ചിരിക്കുക എന്താണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്നുള്ളത്. എന്തായാലും നൗൺസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, കോൺക്രീറ്റ് നൗൺ എന്താണെന്ന് പഠിക്കണം, ആബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് പഠിക്കണം, കോമൺ ആൻഡ് പ്രോപ്പർ നൗൺസ് എന്താണെന്ന് പഠിക്കണം, ആൻഡ് ഫൈനലി കളക്റ്റീവ് നൗൺസ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ. പിന്നെ അവിടെ മെറ്റീരിയൽ നൗണും കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കിക്കോളൂ. അതിനുശേഷം വേർബാണ് വരുന്നത്. വേർബാണ് ഐ തിങ്ക് ദി ടഫസ്റ്റ് ടോപ്പിക് in this unit. Verb പലതരത്തിലുണ്ട്. verb എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എൻ ആക്ഷൻ വേർഡ്. അപ്പം ഈ ആക്ഷൻ വേർഡ് നമുക്ക് 2 തരത്തിലായിട്ട് തിരിക്കാം, ലെക്സിക്കൽ വേർബ് ആൻഡ് ഓക്സിലിയറി വേർബ്സ്. ലെക്സിക്കൽ വേർബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദോസ് ആർ കോൾഡ് മെയിൻ വേർബ്സ്. അപ്പം ആക്ച്വൽ ആക്ഷൻസ് നടക്കില്ല. ഫോർ എക്സാമ്പിൾ റൺ, ഡാൻസ്, തിങ്ക്, സ്ലീപ്പ്, റിലാക്സ് എക്സെട്ര. അത് ഫുൾ നമ്മൾ ബോഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ബോഡിയാണ്, പക്ഷേ തിങ്ക് ആണെങ്കിലും our body, our brain is thinking. So that is a lexical verb. ബോഡിയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേർബ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്സിലിയറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അത് ദേ ഹെൽപ്പ്
to go along with the main verb. For example, she is dancing. is ആണ് അവിടെ ഓക്സിലറി വേർബായിട്ട് വരുന്നത്. സോ അതിന് മറ്റ് മെയിൻ വേർബിനെ സഹായിക്കുന്ന വേർബായിട്ട് ആയതുകൊണ്ട് ഓക്സിലറി വേർബ്സിന് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന പേരുണ്ട്. സോ അത് ഓർത്ത് വയ്ക്കണം. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സിലറി വേർബ്സ്? പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്, അതുപോലെ മോഡൽ ഓക്സിലറീസ് ഉണ്ട്. സോ പ്രൈമറി ഓക്സിലറി വേർബ്സിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ബീൻ്റെ പല ഫോംസ്. സോ is, am, are, was, were. അതുപോലെ തന്നെ ഹാസിൻ്റെ പല ഫോംസ്. സോ ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ട്. അതുപോലെ ഡൂവിൻ്റെ പല ഫോംസ്. സോ ഡു, ഡസ്, ഡിഡ്. ഇതെല്ലാം പ്രൈമറി ഓക്സിലറീസ് ആണ്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദം, ഫോർ എക്സാമ്പിൾ ക്യാൻ, കുഡ്, ഷുഡ്, വുഡ്, മസ്റ്റ്, ought to, need, dare, ഇതെല്ലാം മോഡൽ ഓക്സിലറീസിൽ ഉൾപ്പെടുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, വേർബ് എന്താണെന്ന് പഠിക്കുക. വാട്ട് ആർ ദ ടു മെയിൻ സെപ്പറേറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്? ലെക്സിക്കൽ വേർബ്സും ഓക്സിലറി വേർബ്സ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഈ ഓക്സിലറി വേർബ്സിനും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. പ്രൈമറി എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലേ? സോ പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കുക. ഇത്രയുള്ള ഡിഫറൻസ്. പ്രൈമറി എന്ന് പറയുമ്പം ഈ ബീൻ്റെ ഫോംസും അതുപോലെ ഹാസിൻ്റെ ഫോംസും ഡൂവിൻ്റെ ഫോംസാണ്. ബാക്കിയെല്ലാം മോഡൽ ഓക്സിലറീസ് ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസ്, ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസസ് ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, എന്താണ് ഇതിൻ്റെ യൂസ് എന്നുള്ളത് അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് വായിക്കുക. ഇത് ഐ എം പ്രിറ്റി ഷുവർ ഇതെന്തായാലും ഒരു ഈവൻ ഒരു എസ്സേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പാർട്സ് ഓഫ് സ്പീച്ചിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മോഡൽ ഓക്സിലറീസ് അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടേബിളും നോക്കിയേക്കാം. സോ ഇവിടെ പലതരത്തിലുള്ള എന്താണ് പ്രൈമറി ഓക്സിലറീസിൻ്റെ എക്സാമ്പിൾസും യൂസസുമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പ്രൈമറി കഴിഞ്ഞു. യൂസസ് ഓഫ് മോഡൽ ഓക്സിലറീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷാൽ, കുഡ്, ഷുഡ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്യാൻ, കുഡ്, മസ്റ്റ് എല്ലാം. അപ്പോൾ അത് നോക്കുക, പഠിച്ചു വയ്ക്കുക. ആൻഡ് റെഗുലർ ആൻഡ് ഇറെഗുലർ വേർബ്സ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റെഗുലർ ആൻഡ് ഇറെഗുലർ? റെഗുലർ എന്ന് പറഞ്ഞു കഴിയുമ്പം ഡി ഓർ ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് എഴുതും ഒരു വേർബിൻ്റെ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ്, പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. സോ ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആവുന്നു. പക്ഷേ ചില വേർഡ്സ് ദേ ഹാവ് ടു ചേഞ്ച് ദ എൻറ്റയർ സ്പെല്ലിംഗ്. ഫോർ എക്സാമ്പിൾ സിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് സിങ്ഡ് അല്ല, സാങ് ആണ്. അതിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പം സങ് ആണ്, സാങ്ഡ് അല്ല. അപ്പം ഇ ഡി ആഡ് ചെയ്യാതെ വരുന്ന വേർഡ്സിനെ നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്നും പറയും. ആൻഡ് അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഏറ്റ് ദ ചോക്ലേറ്റ്. ഓക്കെ, അതിൽ ഏറ്റ് എന്നുള്ളതാണല്ലോ അവിടെ വേർബ്. കഴിച്ചു, അവൾ ചോക്ലേറ്റ് കഴിച്ചു ഉള്ളതാണ് അവിടെ ആക്ഷൻ വേർഡായിട്ട് വരുന്ന വേർബ്. സോ എന്താണ് കഴിച്ചത് എന്നുള്ളൊരു ഉത്തരം നമുക്ക് അവിടെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയും. അതായത് എന്താണോ ചെയ്തത്, എന്ത് വേർബാണോ യൂസ് ചെയ്തത്, അത് എവിടേക്ക് എത്താനായിട്ട് ഒരു ഓബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഓൾ റൈറ്റ്. പക്ഷേ അത് ഇല്ലാത്തതിന് നമ്മൾ എന്ത് പറയും? ഇൻട്രാൻസിറ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. സഞ്ജു ഇസ് പ്ലേയിങ് ക്രിക്കറ്റ്. പ്ലേയിങ് ആണ് അവിടുത്തെ വേർബ്. എന്താണ് പ്ലേ ചെയ്യുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ക്രിക്കറ്റ്. ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഇനി ഇതിൻ്റെ ഇൻട്രാൻസിറ്റീവിന് അങ്ങനെ ഒരു ഉത്തരം ഉണ്ടാവില്ല. നോക്കൂ, സഞ്ജു ഈസ് പ്ലേയിങ്. എന്താണ് പ്ലേ ചെയ്യുന്നത്? വി ഹാവ് നോ ഐഡിയ. സോ ദാറ്റ് ഈസ് ഇൻട്രാൻസിറ്റീവ്. പ്ലേയിങ് എന്ന് പറഞ്ഞത് അവിടെ ഇൻട്രാൻസിറ്റീവ് വേർബ് ആയിരിക്കുന്നു. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്കുള്ള ഡിഫറൻസ് സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് വേർബ്സ് ഭയങ്കര എളുപ്പമാണ്. സ്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന എന്ന് പറയില്ലേ, ഇൻ എ സ്റ്റേറ്റ്. അപ്പം നമ്മൾ സ്നേഹിക്കുക, ലവ്. ഇറ്റ്സ് നോട്ട് ആൻ ആക്ഷൻ ദാറ്റ് വി ഡു, റൈറ്റ്? അത് നമുക്ക് ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ്. ഫീൽ, അഗൈൻ ബോഡി ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമില്ല. വി ആർ ഫീലിംഗ് ഇറ്റ്. നോ, സ്മെൽ, ട്രസ്റ്റ്, അതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ഓഫ് വേർബ്സ് ആണ്. എന്ന് വെച്ചാൽ അവർ ബോഡി ഈസ് നോട്ട് മൂവിങ് ബട്ട് വി ആർ എക്സ്പീരിയൻസിങ് ദിസ് ആക്ഷൻ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബോഡി മൂവ് ചെയ്യിക്കുന്നതാണ്. സോ റൺ, ജംപ്, റൈറ്റ്, സേ, കുക്ക് എക്സെട്ര ഫോൾസ് അണ്ടർ ഡൈനാമിക്. ഇനി ലിങ്കിങ് വേർബ്സ്, ഈ സ്റ്റേറ്റീവ് വേർബ്സിൻ്റെ കുറേ വേർഡ്സൊക്കെ ലിങ്കിങ് വേർബ്സിലേക്ക് പെടും. എന്ന് വെച്ചാൽ ഒന്നുമില്ല, we use it as to connect the verb and the object. പറഞ്ഞു കഴിഞ്ഞാൽ verb and object അല്ല, സബ്ജക്റ്റും ഒബ്ജക്റ്റും
കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഇസ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഷീ ഈസ് ഹാപ്പി. ആ ഈസിന് പകരം നമുക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് വേർബ്സ് ആണ്, അത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് സേ ചഞ്ചൽ ഈസ് ഹാപ്പി. പകരം നമുക്ക് ഈ ലിസ്റ്റിലുള്ള ബി ഒഴിച്ച് വേറെ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചഞ്ചൽ ഫീൽസ് ഹാപ്പി. Doesn't that make sense? Chanchal seems happy. Absolutely makes sense. Chanchal appears happy. അപ്പം അങ്ങനെ is അല്ലെങ്കിൽ was or are ബിയുടെ ഫോംസ് ആയിട്ടുള്ള വേർബുകൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ലിങ്കിങ് വേർബ്സ്. ഓൾറൈറ്റ്. ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർഡ്സ് ഉണ്ട്. എന്താണ് ഫോം ഓഫ് ദി വേർഡ്സ്? ഫൈനൈറ്റ് വേർബ്സ് ദോസ് വേർബ്സ് വിച്ച് ചേഞ്ച് ദർ ഫോംസ്. അതായത് സബ്ജക്റ്റ് മാറുമ്പം ഫോം മാറി അവിടെ വേർബിൻ്റെ. ശ്രദ്ധിച്ചോ, ഷീ സ്വിം എന്നുള്ള വേർബിൻ്റെ ഒപ്പം എസ് അവിടെ ആഡ് ചെയ്തു. പക്ഷെ ദേ വന്നപ്പോൾ ആ എസ് അവിടെ ഇല്ല. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു? ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നു. ചേഞ്ച് ചെയ്യാത്തതിന് നമ്മൾ നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നു. ഈ നോൺ ഫൈനൈറ്റ് വേർബ്സിൽ തന്നെ കുറച്ച് സെപ്പറേറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇൻഫിനിറ്റീവ്, പാർട്ടിസിപ്പിൾ ആൻഡ് ജറൻഡ്. അപ്പം ഇൻഫിനിറ്റീവിൽ ടു ടൈപ്സ് ഉണ്ട്. ടു ഇൻഫിനിറ്റീവ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവിൻ്റെ ഒപ്പം നമ്മൾ ടു ഇടും, അത്രയേ ഉള്ളൂ. നമ്മളൊരു സാധാ വേർബ് എടുക്കുക. ഇവിടെ എക്സാമ്പിളായിട്ട് എൻജോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹി വാണ്ട്സ് ടു എൻജോയ് ഹിസ് ഹോളിഡേയ്സ്. അതെന്താണ്? ടു അവിടെ ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് ടു ഇൻഫിനിറ്റീവ്. ആൻഡ് വേർഡും എൻജോയ് ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പം ഇത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബെയർ ഇൻഫിനിറ്റീവ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, ടു ഇൻഫിനിറ്റീവ്സ് എന്തിനാണ് യൂസ് ചെയ്യാൻ പറ്റുക, അത് പഠിക്കണം കേട്ടോ. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡി അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ ഇ എൻ ആൻഡ് ഓൾസോ ഐ എൻ ജി ഫോംസ് അത് ആഡ് ചെയ്തുകൊണ്ട് ഇടുന്ന വേർബ്സ്. ഫോർ എക്സാമ്പിൾ എ റോളിംഗ് സ്റ്റോൺ ഐ എൻ ജി, എക്സോസ്റ്റിംഗ് ഐ എൻ ജി, അതുപോലെ റീച്ച്ഡ് ഇ ഡി, ബോയിൽഡ് ഇ ഡി. ഇത്തരത്തിൽ ഇ ഡി, ഡി, ഐ എൻ ജി എല്ലാം ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സിന് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയും. ആൻഡ് ഫൈനലി ജറൻഡ് എന്താണ്? ജറൻഡിൽ ഐ എൻ ജി ഫോംസ് ആഡ് ചെയ്തിട്ടുള്ള വേർബാണ്. അതൊരു നൗൺ ആയിട്ട് വർക്ക് ചെയ്യും, അതായത് ഒരു പേരായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഡാൻസിങ്. ഡാൻസിങ് എന്നുള്ളത് അവിടെ ഒരു പേരില്ലേ കൊടുത്തിട്ടുള്ളത്. ഡാൻസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡാൻസിങ് ഈസ് എ തിങ് ദാറ്റ് ഐ ലൈക്ക്. ഇറ്റ് വർക്ക്സ് എസ് എ നൗൺ. അതാണ് ജറൻഡ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നൗണായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നോക്കൂ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ വെർബൽ നൗൺ. പിന്നെ ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ആഡ്ജക്റ്റീവ്സ് ക്വാളിറ്റി, ആഡ്ജക്റ്റീവ്സ് ക്വാണ്ടിറ്റി, ഡെമോൺസ്ട്രേറ്റീവ് ആഡ്ജക്റ്റീവ്സ്, പൊസസീവ് ആഡ്ജക്റ്റീവ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പാർട്ടിസിപ്പിയൽ ആഡ്ജക്റ്റീവ്സ്, ഡിസ്ട്രിബ്യൂട്ടീവ്, കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കറക്റ്റ് യൂസേജ് ഓഫ് സ്പെഷ്യൽ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഡെഫിനിഷൻ നോക്കുക, നൗണിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് അതിൻ്റെ പല കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ, നോക്കി വെച്ചേക്കുക. പിന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷ് മൂവീസും എല്ലാം ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരും ബുക്സൊക്കെ റീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പൊസിഷൻ ഓഫ് ആഡ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്ജക്റ്റീവ്സ്, അതായത് നൗണിന് മുന്നും നൗണിന് ശേഷം വരുന്ന ആഡ്ജക്റ്റീവ്സിന് നമ്മൾ ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റ് പറയും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നൗണിനല്ല, വേർബിന് മുന്നേ. ഓക്കെ. സോ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, സൂപ്പ് ഈസ് ഹോട്ട്. വേർബ് ഈസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ആഡ്ജക്റ്റീവ് വരുന്നത് അല്ലേ? അതിന് നമ്മൾ പ്രെഡിക്കേറ്റീവ് ആഡ്ജക്റ്റീവ് എന്ന് പറയും. പക്ഷെ അതിന് മുന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്. നോക്കൂ, മഞ്ജു ഹാസ് ലോങ് തിക്ക് ബ്ലാക്ക് ഹെയർ. ദാറ്റ് ഈസ് ഓൾസോ പ്രെഡിക്കേറ്റീവ്. ആട്രിബ്യൂട്ടീവിൻ്റെ എക്സാമ്പിളായിട്ട് അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ വയലൻറ്റ് മോബ് ഈസ് ഡേഞ്ചറസ്. വയലൻറ്റ് മോബ് എന്നുള്ളതാണ് അവിടുത്തെ ആഡ്ജക്റ്റീവ്. സോ ദാറ്റ് ഈസ് ആട്രിബ്യൂട്ടീവ്. അങ്ങനെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എളുപ്പമാണ്. ടോൾ, ടോളർ, ടോളസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള കമ്പാരിസൺസ് ഉണ്ട്, നോക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഡിറ്റർമൈനേഴ്സ് ആണ്. അഗൈൻ ആഡ്ജക്റ്റീവ്സിൻ്റെ ഒരു ടൈപ്പാണ്. ദിസ് ലേഡി, ദീസ് പെൻസ്, മെനി ബുക്സ്, ഇതെല്ലാം ദീസ്, ദിസ്, മൈ, സെവറൽ, ഫൈവ്, ഇതെല്ലാം എന്താണ്? ഡിറ്റർമൈനേഴ്സ് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആഡ്ജക്റ്റീവ്. അത് പഠിച്ചു വയ്ക്കുക എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിറ്റർമൈനേഴ്സ്. ആർട്ടിക്കിൾസ് എന്താണ്? എ, ആൻഡ്, ദ, അതെന്താണെന്ന് പഠിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതും കാണാപ്പാടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് വായിച്ചു വിട്ടേക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
സോ എ ആൻ എന്താ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ആഡ്വർബ്സ്. ആഡ്വർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിഫൈൻ ദ വേർബ് എന്ന് പറയും. ആഡ്ജക്റ്റീവ് എന്താണ്? ആഡ്ജക്റ്റീവ് ഡിഫൈൻസ് ദ നൗൺ. ആഡ്വർബ്സ് ഡിഫൈൻസ് ദ വേർബ്. സോ സന്ധ്യ ലാവ്സ്. ലാവ്സ് ആണ് അവിടെ ആക്ഷൻ വേർഡ്. വേർബ് എങ്ങനെയാണ് ചിരിക്കുന്നത്? ലൗഡ്ലി. ദാറ്റ് ഈസ് ദി ആഡ്വർബ്. ഓക്കെ. ഷീ ഈസ് എ വെരി ക്ലെവർ ഓഫീസർ. എത്രത്തിലുള്ള ക്ലെവർ ഓഫീസറാണ്? വെരി ക്ലെവർ. സോ ദാറ്റ് ഈസ് എൻ ആഡ്വർബ്. അതിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ആഡ്വർബ്സ് ഓഫ് മാനർ, ആഡ്വർബ്സ് ഓഫ് ടൈം. അതെല്ലാം പഠിച്ചു വയ്ക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ യൂസും ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി ആസ് വെൽ, എത്രത്തോളം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഉള്ളതാണ് പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി യൂസ് പ്രൊനൗൺസ് ഫോർ റീപ്ലേസിങ് നൗൺസ്. ഫോർ എക്സാമ്പിൾ, ചഞ്ചൽ ഇസ് ഹാപ്പി. ചഞ്ചൽ ഗോസ് ടു ദ മാർക്കറ്റ്. ചഞ്ചൽ ലൈക്സ് ടു സിങ്. ഇത് ചഞ്ചൽ 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 റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് പ്രൊനൗൺസ് ടു റീപ്ലേസ് നൗൺസ്. ഫോർ എക്സാമ്പിൾ, ചഞ്ചൽ ഇസ് ഹാപ്പി, ഷീ ഗോസ് ടു ദ മാർക്കറ്റ്, ഷീ ലൈക്സ് ടു സിങ്. ഷീ ആണ് അവിടുത്തെ പ്രൊനൗൺ. ഓക്കെ. സോ പലതരത്തിലുള്ള പ്രൊനൗൺസ് ഉണ്ടല്ലോ. സ്ത്രീകൾക്കാണെങ്കിൽ ഷീ, ആണുങ്ങൾക്കാണെങ്കിൽ, പുരുഷന്മാർക്കാണെങ്കിൽ ഹി. അതുപോലെ കുറേ കൂട്ടം ആളുകളുണ്ടെങ്കിൽ ദേ, നമ്മൾ എന്ന് പറയാനായിട്ട് വി. അങ്ങനെ കുറേ പ്രൊനൗൺസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ പ്രൊനൗൺസ്: ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ആൻഡ് ഹി, ഷീ, ഹിം, ഹിസ് എല്ലാം ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ടേബിൾസും പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് പേഴ്സൺ, അത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പേഴ്സണൽ പ്രൊനൗൺസ് ഈ ലിസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, മീ, യു, അസ്, എറ്റ്സെട്ര. ഓൾറൈറ്റ്. ആൻഡ് യൂസസും ഒബ്വിയസ്ലി വായിക്കുക. അതിനുശേഷം ഓക്കെ, റിഫ്ലെക്സീവ് പ്രൊനൗൺ പഠിക്കണം. അതായത് എന്നെ തന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യും. സോ ഐ എന്നാണ് നമ്മളുടെ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഐ ലവ് മൈസെൽഫ്, എന്നെ തന്നെ. അപ്പോൾ അതിന് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയും. അപ്പോൾ വി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വി ലവ് അവർ സെൽഫ്സ്, യു ലവ് യുവർ സെൽഫ്, ഷീ ലവ്സ് ഹെർ സെൽഫ്, ഹി ലവ്സ് ഹിംസെൽഫ്, ഇറ്റ് ലവ്സ് ഇറ്റ് സെൽഫ്, ദേ ലവ് ദംസെൽഫ്സ്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്: ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്. ഇമ്പോർട്ടൻറ്റ് യൂസസ് വായിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ലൈക്ക് ഈച്ച്, ഈതർ, നീതർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റെസിപ്രോക്കൽ പ്രൊനൗൺസ് ഉണ്ട്: ഈച്ച്, അതർ, വൺ ആൻഡ് അതർ. അതെന്താണെന്ന് നോക്കണം, എക്സാമ്പിൾസ് നോക്കണം. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്: ഫോർ എക്സാമ്പിൾ, എവ്രിബഡി, എവ്രി വൺ, സം, ഫ്യൂ, ബോത്ത്, നത്തിങ്, നോബഡി. അതിനൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് വിളിക്കും. പഠിച്ചു വയ്ക്കണം. റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ ദെയർ. അപ്പം പലതരത്തിലുള്ള പ്രൊനൗൺസ് ഉണ്ടല്ലോ. അതെല്ലാം ഈ ഡാർക്കൻ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് നോക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ആൻഡ് യൂസസ് ജസ്റ്റ് വായിച്ചു വിടുക. ആൻഡ് ദെൻ കംസ് ദ ഈസിയർ പോർഷൻസ്: പ്രപ്പോസിഷൻസ്. വെരി സിമ്പിൾ. പ്രപ്പോസിഷൻസ് എന്താണ് ചെയ്യുന്നത്? ദേ ടെൽ യു ദ പൊസിഷൻ ഇൻ റിലേഷൻ വിത്ത് ദ സബ്ജക്റ്റ് ആൻഡ് ദി ഓബ്ജക്റ്റ്. അതായത് ഒരു ടേബിൾ ഉണ്ട്, ഒരു പെന്നുണ്ട്. ഈ പെന്നും ടേബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ. അവിടെ ഓൺ എന്നുള്ളതാണ് പ്രപ്പോസിഷൻ. എന്താണ് റിലേഷൻഷിപ്പിൽ? ടേബിളിൻ്റെ മുകളിലിരിക്കുന്നു. അപ്പോൾ അടിയിലായിരുന്നെങ്കിലോ ദ പെൻ ഈസ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് കാണിക്കുന്നത് ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ? പ്രപ്പോസിഷൻ. പൊസിഷൻ കാണിക്കുന്ന വേർഡ്സ് ആണ്. സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദ വേർഡ്സ് ഇൻ, അറ്റ്, ഓൺ, അബവ്, വിത്ത്, സിൻസ്, ബിസൈഡ്സ്, വിത്തിൻ, വിതൗട്ട്. ഫ്രേസ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വൺ ഓർ ടു പ്രപ്പോസിഷൻസ് ടുഗെദർ. ഇപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? അലോങ് വിത്ത്, ഇൻസ്റ്റെഡ് ഓഫ്, ബിക്കോസ് ഓഫ്, അപ്പാർട്ട് ഫ്രം. ഓക്കെ. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ഓഫ് പ്രപ്പോസിഷൻസ് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അതെന്തായാലും പഠിച്ചു വയ്ക്കണം. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻ, സിമ്പിൾ പ്രപ്പോസിഷൻ, ഫ്രേസ് പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, അങ്ങനെ. ആൻഡ് പ്രപ്പോസിഷൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പൊസിഷൻ കാണിക്കാനായിട്ട്, സ്ഥലം കാണിക്കാനായിട്ട് യൂസ് ചെയ്യും, ടൈം കാണിക്കാനായിട്ട് യൂസ് ചെയ്യും, മൂവ്മെൻറ്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. ലൈക്ക് എന്താണ് ഇതിൻ്റെ യൂസസ് ആൻഡ് എങ്ങനെയാണത്, എക്സാമ്പിൾസ് അടക്കം എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതും പഠിച്ചു വയ്ക്കണം. ഓൾറൈറ്റ്. പിന്നെ കൺജങ്ഷൻസ് ആണ്. കൺജങ്ഷൻസ് എന്താണ്? സൂപ്പർ സിമ്പിൾ. ദേ ഹെൽപ്പ് യു കണക്ട് വേർഡ്സ്, ഫ്രേസസ് ഓർ സെൻറ്റൻസസ്. ഫോർ എക്സാമ്പിൾ, ബ്രെഡ്, ബട്ടർ. അതിനെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും? നമുക്ക് ആൻഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ബ്രെഡ് ആൻഡ് ബട്ടർ. സോ ദാറ്റ് ഈസ് എ കൺജങ്ഷൻ. അങ്ങനെ കുറേ കൺജങ്ഷൻസ് ഉണ്ട്. ആൻഡ്, ബട്ട്, ബിക്കോസ്, ഹൗഎവർ, നെയ്തർ, നോർ, ദോ, എറ്റ്സെട്ര. ജസ്റ്റ് ഗോസ് ഓൺ. ഫോർ, നോർ, സോ, യെറ്റ്, ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. അപ്പം
ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന വേർഡ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ് ആർ ദെയർ. വി ഹാവ് what is it called? കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് കോറിലേറ്റീവ് ഇസ് ഓൾസോ ദർ. കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈതർ ഓർ നീതർ, നോട്ട് ബട്ട് ഓൾസോ എക്സെട്ര. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അതൊക്കെ കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഈ 3 ടൈപ്സ് എന്താണ്, എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വയ്ക്കുക. ഇൻ്റർജെക്ഷൻ വെരി സിമ്പിൾ. നമ്മൾ ഇമോഷൻസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ഹുറേ, ഔച്ച്, ഓ എക്സെട്ര. അപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലാസ്, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ ഹുറേ യൂസ് ചെയ്യുന്നു. സർപ്രൈസ് ആകുമ്പോൾ ഓ എന്ന് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇൻ്റർജെക്ഷൻസ് ആണ്. എന്താണ് ഇൻ്റർജെക്ഷൻസ്? അപ്പം പലതരത്തിലുള്ള ഇൻ്റർജെക്ഷൻസ് ഉണ്ട്. ഇൻ്റർജെക്ഷൻസ് ഫോർ ഹാപ്പിനെസ്, ഇൻ്റർജെക്ഷൻസ് ഫോർ പ്രേസ്, ഇൻ്റർജെക്ഷൻസ് ഫോർ പെയിൻ ഓർ ഗ്രീഫ്, ഇൻ്റർജെക്ഷൻസ് ഫോർ സർപ്രൈസസ്. അതിനൊക്കെ സെപ്പറേറ്റ് കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. സോ ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നൗൺസ് എന്താണെന്ന് പഠിക്കുക, ഡിഫറെൻറ്റ് കാറ്റഗറീസ് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. വേർബ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, ഡിഫറെൻറ്റ് കാറ്റഗറീസ് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ആൻഡ് വൺ മോർ തിങ്, പല വേർഡ്സിനും അവിടെ ഫോർ എക്സാമ്പിൾ മോഡൽ ഓക്സിലിയറീസും പ്രൈമറി ഓക്സിലിയറീസിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യൂസസും പഠിച്ചു വയ്ക്കണം. വേർബിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേർബിൽ പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മോഡൽ ഓക്സിലിയറീസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം, പഠിച്ചു വയ്ക്കണം. ഓക്കെ, ലൈക്ക് വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സിലറീസ്, മേ ബി 5 മാർക്സിന് വരെ വരാം. അപ്പം പ്രൈമറി ഓക്സിലറീസ് എന്താണ്, മോഡൽ ഓക്സിലറീസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ യൂസസ് എല്ലാം പഠിച്ചു വയ്ക്കണം. അതിനുശേഷം ആഡ്ജക്റ്റീവ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്ജക്റ്റീവ്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ആൻഡ് ഓൾസോ ടു ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും പഠിച്ചു വയ്ക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ആഡ്വർബ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്വർബ്സ് ഉണ്ട്. 3 ടൈപ്സ് എന്താണ്? ആഡ്വർബ്സ് ഓഫ് മാനർ, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ആഡ്വർബ്സ് ഓഫ് ടൈം, ആൻഡ് ദർ വാസ് വൺ മോർ, അതും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതിനുശേഷം പ്രൊനൗൺസ് ഉണ്ട്. പ്രൊനൗൺസ് പലതരത്തിലുണ്ടല്ലോ, അതെല്ലാം എന്തൊക്കെയാണ്? വി ഹാവ് പേഴ്സണൽ പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്, പല കാറ്റഗറീസിൽ നമ്മൾ പഠിച്ചല്ലോ. റിലേറ്റീവ് പ്രൊനൗൺസ്, റെസിപ്രോക്കൽ പ്രൊനൗൺസ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേർബിൽ നിന്നും പ്രൊനൗൺസിൽ നിന്നും നന്നായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് കൺജങ്ഷൻസ്, പ്രപ്പോസിഷൻസ്, ഇൻ്റർജെക്ഷൻസ്. അത് കുറച്ചും കൂടി ഫെയർലി ഈസിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ, കൺജങ്ഷൻസിൽ 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ് പഠിക്കുക, ദാറ്റ് ഈസ് കോർഡിനേറ്റിംഗ്, സബോർഡിനേറ്റിംഗ് ആൻഡ് കോറിലേറ്റീവ്. ആൻഡ് ഇൻ്റർജെക്ഷൻസ് ഓഫ് ഹാപ്പിനെസ്, ഇൻ്റർജെക്ഷൻസ് ഓഫ് സാഡ്നെസ്, ഇൻ്റർജെക്ഷൻസ് ഓഫ് സർപ്രൈസ്, ഇൻ്റർജെക്ഷൻസ് ഓഫ് പ്രേസ്, അത് 4 നോക്കി വെച്ചേക്കാം. ഓക്കെ, അത് നോക്കിയാൽ നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സെൻറ്റൻസ് നോക്കുക. ഒരു സെൻറ്റൻസിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ് ആൻഡ് ഓബ്ജക്റ്റ്. ഈ വേർബിനെ ഓബ്ജക്റ്റിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സോ മോഹൻ ഈസ് എ സയൻറ്റിസ്റ്റ്. മോഹനെ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ്. ആൻഡ് ഈ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ പ്രെഡിക്കേറ്റ്. അപ്പം മോഹൻ ഇസ് എ സയൻറ്റിസ്റ്റിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മോഹനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ മോഹൻ ഇസ് ദ സബ്ജക്റ്റ്. മോഹൻ എന്താണ് ചെയ്യുന്നത്, ഇസ് എ സയൻറ്റിസ്റ്റ്, ദാറ്റ് ഇസ് എ പ്രെഡിക്കേറ്റ്. അപ്പം അത് പഠിച്ചു വയ്ക്കണം, എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ്. ആൻഡ് നമ്മൾ സെൻറ്റൻസസിലേക്ക് കിടക്കുകയാണ്. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ടല്ലോ, പഠിച്ചു വയ്ക്കുക. അസർട്ടീവ് സെൻറ്റൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിനും 2 കാറ്റഗറീസ് ഉണ്ട്, യെസ് ഓർ നോ ആൻഡ് WH ഇൻട്രോഗേറ്റീവ്സ്. അത് രണ്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഹി ഈസ് എ പൈലറ്റ്, ഇസ്ൻറ്റ് ഹി? ആ ലാസ്റ്റ് വരുന്ന ആ കുട്ടി ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയാം. ഓക്കെ, അത് പഠിക്കണം. അതിനുശേഷം വി ഹാവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇതൊക്കെ എല്ലാം എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കണം. ഇനി എങ്ങനെയാണ് നമുക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക? ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു അസർട്ടീവ് സെൻറ്റൻസ്, ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ഹാപ്പി, അതെങ്ങനെ ഇൻട്രോഗേറ്റീവിലേക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് ആക്കും? ഷീ ഈസ് ഹാപ്പിയിൽ ഈസ് എടുത്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കുക, ഈസ് ഷീ ഹാപ്പി. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റി. ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹി ക്യാൻ സ്റ്റഡി വെൽ, ക്യാൻ ഫ്രണ്ടിലേക്ക് ഇടുക, ക്യാൻ ഹി സ്റ്റഡി വെൽ. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കാം, എക്സ്ക്ലമേറ്ററിയിൽ നിന്നും അസർട്ടീവ് ആക്കാം, അസർട്ടീവിൽ നിന്നും എക്സ്ക്ലമേറ്ററി ആക്കാം. അതെല്ലാം പഠിച്ചു വയ്ക്കുക. ബിക്കോസ് ചോദ്യം വരാവുന്നതാണ്, ട്രാൻസ്ഫോം ദിസ് സെൻറ്റൻസ് ഫ്രം ദിസ് ടു ദിസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് സെൻറ്റൻസസ്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് പഠിക്കണം. ക്ലോസ് എന്താണെന്ന് നോക്കണം, അതൊക്കെ വരാവുന്നതാണ്. ഡിഫൈൻ എ സിമ്പിൾ സെൻറ്റൻസ്, ഡിഫൈൻ എ കോമ്പൗണ്ട് സെൻറ്റൻസ്, ഡിഫൈൻ എ കോംപ്ലെക്സ് സെൻറ്റൻസ് വരും.
അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലെക്സ് സെൻറ്റൻസിലേക്ക് ആക്കാനും അതുപോലെ തന്നെ ഒരു കോംപ്ലെക്സ് സിമ്പിൾ സെൻറ്റൻസ് ആക്കാനൊക്കെ ചോദിക്കും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ സെൻറ്റൻസ് ആയിരിക്കാം. അതിൽ നോട്ടോ നോവോ വന്നു കഴിഞ്ഞാൽ എന്താകും? അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആകും. സോ അത് പഠിച്ചു വെക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഓക്കെ, അതിനുശേഷം കോൺകോർഡ് ആണ്. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റും ഒരു വേർബും തമ്മിൽ ഒരു അഗ്രീമെൻ്റ് ഉണ്ട്. ആ അഗ്രീമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദ വേർഡ് കോൺകോർഡ് മീൻസ് അഗ്രീമെൻറ്റ്. അതെന്തായാലും പഠിച്ചു വെക്കണം. ലൈക്ക് വാട്ട് ഈസ് എ കോൺകോർഡ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺകോർഡ്സ് ഉണ്ട്. ഗ്രാമാറ്റിക്കൽ കോൺകോർഡ് ഉണ്ട്, കോൺകോർഡ് ഓഫ് നമ്പർ ഉണ്ട്, നോഷണൽ കോൺകോർഡ് ഉണ്ട്, കോൺകോർഡ് ഓഫ് പ്രോക്സിമിറ്റി ഉണ്ട്. ഇതെല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ ഒപ്പം നമ്മൾ എസ് ആഡ് ചെയ്യണം. പക്ഷെ അതേസമയം ഒരു പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യേണ്ട. ചില സമയത്ത് നമ്മൾ സബ്ജക്റ്റുകളിൽ 2 or 3 സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേർബിന് എന്താ കൊടുക്കേണ്ടത്? അത്തരത്തിലുള്ള റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വിച്ച് വേർബ് ഷുഡ് ഗോ ദെയർ. വേർബിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് സബ്ജക്റ്റും ബാക്കി സെൻറ്റൻസൊക്കെ ഉണ്ടാവും, വേർബിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ ആ റൂൾ അനുസരിച്ച് ആലോചിച്ചിട്ട് വേണം ആ വേർബ് ഫില്ലിൻ ചെയ്യാനായിട്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. സോ കോൺകോർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒന്നും അങ്ങനെ പഠിക്കേണ്ടതായിട്ടില്ല. എന്താണ് കോൺകോർഡ്, അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, കോൺകോർഡ് കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഫൈനലി വി ഹാവ് ഡിഫറെൻറ്റ് ടെൻസസ്. 3 ടൈപ്സ് ഓഫ് മെയിൻ ടെൻസുകളാണ് നമുക്കുള്ളതല്ലോ. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. അതും നമുക്ക് 4 ടൈപ്പിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വി ഹാവ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വി ഹാവ് 12 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെൻസസ്? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ വരാൻ ഞാൻ ചാൻസ് കാണുന്നുണ്ട്. സോ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ആദ്യം തന്നെ വാട്ട് ഈസ് ടെൻസ്, വാട്ട് ഈസ് എ പ്രസൻറ്റ് ടെൻസ്, വാട്ട് ഈസ് എ പാസ്റ്റ് ടെൻസ്, വാട്ട് ഈസ് എ ഫ്യൂച്ചർ ടെൻസ് പറയണം. അതിനുശേഷം പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എല്ലാം നോക്കണം. അതിലെങ്ങനെയാണ് എന്ത് വേർബ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് അടക്കം നോക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ടെൻസസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് അടക്കം അതിൻ്റെ ഫോർമുല അടക്കമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ യു ഹാവ് ടു ലേൺ ദം. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ വി ഹാവ് ഫിനിഷ്ഡ് ആർ സെക്കൻഡ് ബ്ലോക്ക്. തേർഡ് ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 2 ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സ്പീച്ച് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. അതാണ് നമ്മളുടെ 5th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. വാട്ട് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് പഠിക്കണം. ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എന്താണെന്ന് പഠിക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചിലുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതെങ്ങനെയാണെന്ന് പഠിക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് വരാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് വരാം. 2 മാർക്കിന് തന്നെയായിരിക്കും വരിക. പിന്നെ വരാനുള്ളത് 3-4 സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് പല ടെൻസുകളിലുള്ള ക്വസ്റ്റ്യൻസ് തരും, അല്ലെങ്കിൽ സെൻറ്റൻസ് തന്നിട്ട് ഇതെല്ലാം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള സെൻറ്റൻസുകൾ തന്നിട്ട് ഇതെല്ലാം ഡയറക്റ്റിലേക്ക് ആക്കാനും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള കാര്യങ്ങൾ. റിപ്പോർട്ടിംഗ് ഓഫ് അസെപ്റ്റീവ് സെൻറ്റൻസസ്, ഇതെല്ലാം അതിൻ്റെ ഫോമാറ്റുകളാണ്. റൂൾസ് ഫോളോ ചെയ്യേണ്ടതാണ്. നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക എങ്ങനെയാണ് ഇത് രണ്ടും ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്നുള്ളത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക മോസ്റ്റ്ലി. അതിനുശേഷം വി ഹാവ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് വോയിസ് പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് അത് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്, അഗൈൻ ട്രാൻസ്ഫോം ചെയ്യേണ്ട റൂൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. റിപ്പോർട്ടഡ് സ്പീച്ച് അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതുപോലെ സെൻറ്റൻസസിൻ്റെ ചാപ്റ്ററും വെരി സിമ്പിൾ. ടെൻസാണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. ആൻഡ് പാസീവ്സ്, ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്സ്, ചേഞ്ചിങ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ഇൻ ടു പാസീവ് വോയിസ്. അഗൈൻ സെൻറ്റൻസുകൾ എങ്ങനെ പാസീവ് ആക്കാമെന്ന് നോക്കുന്നതാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആ ഫോർമുല ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ ഈ വട്ട് യു കോൾ പാസീവ് വോയിസ് അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് അതിനൊന്നും പോയിൻറ്റ്സ് കളയരുത്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സിമ്പിൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. ഓക്കെ, സെൻറ്റൻസ് ട്രാൻസ്ഫർമേഷൻ.
എങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, സിമ്പിൾ എന്ന് കോമ്പൗണ്ട് ടു കോംപ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം. ഓക്കെ, അതിൻ്റെ ഫോർമുലാസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നൗൺ ക്ലോസ്, ആഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അത് 3 ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. വാട്ട് ഈസ് എ ക്ലോസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലോസ് എന്താണ്, നൗൺ ക്ലോസ് എന്താണ്, ആഡ്ജക്റ്റീവ് ക്ലോസ് ആൻഡ് ആഡ്വർബ് ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ, പിന്നെ ഇത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പേപ്പർ മോസ്റ്റ്ലി പ്രാക്ടിക്കൽ സാധനങ്ങളാണ്. തിയറി വൈസ് നമുക്ക് മുന്നത്തെ പേപ്പറിൽ പഠിച്ച പോലെ ഇല്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കണം. സോ കോംപ്ലക്സ് സെൻറ്റൻസസിൽ നിന്ന് കോമ്പൗണ്ടിലേക്ക്, കോമ്പൗണ്ടിൽ നിന്ന് സിമ്പിളിലേക്ക് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമുല അടക്കം പഠിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ചാപ്റ്റർ കോമൺ എറേഴ്സ് ആണ്. ഇത് ഇറ്റ് ഈസ് ദെയർ ടു ഹെൽപ്പ് യു ഓൺലി. എന്തൊക്കെ പെട്ടെന്ന് നമ്മൾ യൂഷ്വലി സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ കാണുന്ന സെൻറ്റൻസസിൽ കാണുന്ന നോട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് വാട്ട് ആർ ദേ എന്നുള്ളതാണ്. അതെല്ലാം വായിച്ചു നോക്കിയാൽ മതിയാവും. ആൻഡ് ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് അഗൈൻ ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളൊരു സെൻറ്റൻസ് തന്നിട്ട് അത് ഫിക്സ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ എ സെൻറ്റൻസ് എന്ന് ചോദിക്കില്ല. മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ. അപ്പം എല്ലാം എന്തൊക്കെയാണ് എറേഴ്സ് എന്നുള്ളത് നോക്കുക, എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. നമുക്ക് ഇന്നൊരു ടോപ്പിക്ക് അത് കാണാപ്പാടം പറയാൻ പറ്റില്ല, പ്രാക്ടിക്കൽ ആയതുകൊണ്ട്. സെയിം തിങ് ഇവിടെ എല്ലാ അതിൻ്റെ എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. ആപ്പറ്റൈറ്റ് ആൻഡ് ഡിസയർ അതെവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഗ്രൗണ്ട് ആൻഡ് ഫ്ലോർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, കസിൻ സിസ്റ്റർ ദാറ്റ് ഇസ് റോങ്. കസിന് ജെൻഡർ ഇല്ല, കസിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ, എൻ്റെ കസിൻ ബ്രദർ വന്നു, അത് തെറ്റാണ്. കസിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കസിന് ജെൻഡർ ഇല്ല ആ വാക്കിന്. ആൻഡ് ഫുഡ് ആൻഡ് ലെഗ് അങ്ങനെ മിക്സ് ആവാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി, മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി നേരത്തെ നമ്മൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ ടോൾ, ടോളർ, ടോളസ്റ്റ് അല്ലേ, അതെവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എറേഴ്സ് വരാനുള്ള സാധ്യതകൾ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് അത് പഠിക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഇങ്ങനെ തന്നെയാണ്, എവിടെ ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പം എ ആൻഡ് ദ എവിടെയൊക്കെ യൂസ് ചെയ്യണം, വരാറുള്ള മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് വേർഷൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മിസ്റ്റേക്ക് ഉള്ളത് വായിക്കുക, സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, കറക്റ്റാണോ എന്ന് ആൻസർ വെച്ച് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ആൻഡ് ഫൈനലി വി ഹാവ് പ്രാക്ടീസ്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ട. ഈ യൂണിറ്റ് നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം പാസേജുകൾ തന്നിട്ടുണ്ട്, കോംപ്രഹെൻഷൻ പാസേജുകളാണ് തന്നിട്ടുള്ളത്. വായിക്കുക, അതിൻ്റെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക. പാസേജ് 2 തന്നിട്ടുണ്ട്, പാസേജ് 3 തന്നിട്ടുണ്ട്, എക്സെട്ര. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ റീഡിങ് കോംപ്രഹെൻഷൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് അനലൈസിങ് ലിറ്ററേച്ചറിൽ നമ്മൾ കുറേ ഫിഗർ ഓഫ് സ്പീച്ചുകൾ പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം നെറേറ്റീവ് പോയട്രി എന്താണ്, എപ്പിക്സ് ആൻഡ് ബലാഡ്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രമാറ്റിക് പോയട്രി 3 ടൈപ്സിലുണ്ട്, ഡ്രാമ, ഡ്രമാറ്റിക് മോണോലോഗ് ആൻഡ് സോളിലോക്വി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കുക. ഇത് നമ്മൾ കാണപ്പാടം പഠിക്കണം. കാണപ്പാടം എന്ന് വെച്ചാൽ തിയറി ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ ഡ്രമാറ്റിക് മോണോലോഗ് എന്താണ്, സോളിലോക്വി എന്താണ്, ഡ്രാമ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലിറിക് പോയട്രി എന്താണ് അറിഞ്ഞു വയ്ക്കുക. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറിക് പോയട്രി. എന്തൊക്കെയാണ്, സോണറ്റ്, എലജി, ഓഡ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോണറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പെട്രാർക്കൻ, ഷേക്സ്പിയറൻ, സ്പെൻസേറിയൻ. ഇത് എല്ലാം ഓത്തേഴ്സിൻ്റെ പേരിലിട്ട് വെച്ച് നെയിം ചെയ്തിട്ടുള്ളതാണ്. പെട്രാർക്ക് എഴുതിയിട്ടുള്ള സോണറ്റിന് നമ്മൾ പെട്രാർക്കൻ സോണറ്റ്സ് എന്ന് പറയുന്നു. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളതിന് ഷേക്സ്പിയറൻ സോണറ്റ്, സ്പെൻസർ എഴുതിയിട്ടുള്ളതിന് സ്പെൻസേറിയൻ സോണറ്റ്. അത് ആ കാറ്റഗറൈസേഷൻ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റൈം സ്കീം എന്താണ്, ക്വസ്റ്റ്യൻ വരാം. ഒരു പോയം തന്നിട്ട് ഇതിൻ്റെ റൈം സ്കീം കണ്ടുപിടിക്കാൻ പറയാം, ഇമ്പോർട്ടൻറ്റ്. റൈം സ്കീം എന്താണ്, ഓരോ പോയത്തിൻ്റെയും ഓരോ വരിയുടെ അറ്റത്തുള്ള വേർഡ് റൈം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് എന്ത് പറയുക, റൈം സ്കീം എന്ന് പറയാം. അത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ പോയം നോക്കിയതാണ് അല്ലേ. ഷൽ ഐ കമ്പയർ ദി ടു സമ്മേഴ്സ് ഡേ, ക്ലാസിക് എക്സാമ്പിളാണ്. ആരെ റൈം സ്കീം പഠിപ്പിക്കണമെങ്കിലും നമ്മൾ ആദ്യം കൊടുക്കുന്ന പോമാണ്. നോക്കൂ, ഡേ, അത് കഴിഞ്ഞിട്ട് ദോ ആർട്ട് മോർ ലവ്ലി ആൻഡ് മോർ ടെമ്പറേറ്റ്. റൈം ചെയ്യുന്നുണ്ടോ, ഡേയും ടെമ്പറേറ്റും ഇല്ല. റഫ് വിൻഡ്സ് ടു ഷേക്ക് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മേ, ഡേ ആൻഡ് മേ അവിടെ റൈം ചെയ്യുന്നുണ്ടല്ലോ. സോ എ അവിടെ, മറ്റേത് ടെമ്പറേറ്റ് റൈം ചെയ്യാത്തതുകൊണ്ട് ബി ഇട്ടു.
വീണ്ടും മേ ആൻഡ് ഡേ റൈം ചെയ്യുന്നുണ്ട്. സോ എ. ആൻഡ് summer's leaves have all too short a date. Temperate and date is rhyming, so B. Sometimes too hot the eye of heaven shines, we put a C. And often is his gold complexion dimmed. Dimmed and shines rhyme ചെയ്യുന്നില്ലല്ലോ, സോ പുതിയ വേർഡ് D ഇട്ടു. And every fair from fair sometimes declines. Shines and declines is rhyming, D ഇടുന്നു. എറ്റ്സെട്ര ജസ്റ്റ് ഗോസ് ഓൺ. അങ്ങനെയാണ് നമ്മൾ റൈം സ്കീം കണ്ടുപിടിക്കുക. സോ യൂഷ്വലി റൈം സ്കീം കുറച്ച് കോമൺ തീംസ് കാണാൻ പറ്റും. സ്കീമുകൾ ABAB CD CD EF EF GG, അതാണ് നമ്മൾ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം. പിന്നെ ABBA ABBA CDE CDE CDC CDC ഇതെല്ലാം റൈം സ്കീംസ് ആണ്. ഇനി വരുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേ പറ്റൂ. സിമിലി എന്താണ്, മെറ്റഫോർ എന്താണ്, സിനക്ഡോക്ക് ഇമ്പോർട്ടൻറ്റ്, ഓക്സിമോറോൺ ഇമ്പോർട്ടൻറ്റ്, ഹൈപ്പബലി, ഇഡിയം, പെർസോണിഫിക്കേഷൻ, സിംബോളിസം, അലിട്രേഷൻ ഇതെല്ലാം എന്താണെന്ന് പഠിച്ച് തന്നെ വെക്കണം. ബിക്കോസ് ക്വസ്റ്റ്യൻ വരും. ഡിഫൈൻ ദീസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. ഒരു 4 സാധനങ്ങൾ തന്ന് ക്വസ്റ്റ്യൻസ് തരാം. അല്ലെങ്കിൽ ഡിഫൈൻ വാട്ട് ഇസ് ആസനൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഇസ് ഓണോമറ്റോപ്പിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഇസ് എ പൺ, വാട്ട് ഇസ് ഐറണി ചോദിക്കാം. ഓക്കെ, സോ അത് പഠിച്ചു വയ്ക്കണം. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓൾറൈറ്റ്. ആൻഡ് ഇവിടെ നമുക്കൊരു പോം തരും, അത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പഠിച്ചു വെച്ചിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക തന്നെ വേണം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ട്, നമ്മളടുത്ത് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ വിത്ത് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ്. അനലൈസിങ് കഴിഞ്ഞു, അനലൈസിങ് ലിറ്ററേച്ചർ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. സെയിം തിങ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇംപെറേറ്റീവ് പഠിച്ചു. സിമ്പിൾ സെൻറ്റൻസസ്, കോമ്പൗണ്ട് സെൻറ്റൻസസ്, കോംപ്ലെക്സ് സെൻറ്റൻസസ് പഠിച്ചു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറയും. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ചു ഇല്ലേ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിച്ചു. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു വാട്ട് ഈസ് ഇറ്റ് ചാപ്റ്ററാണ്. നെഗറ്റീവും പോസിറ്റീവും പഠിച്ചു അല്ലേ. എന്താണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സെൻറ്റൻസ്, അതിൽ നോ അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. അപ്പോൾ അവിടെ പോസിറ്റീവ് സെൻറ്റൻസസ് ടു നെഗറ്റീവ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, ചെയ്ത് നോക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ തിയറി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി വരാൻ പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ്, റീറൈറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് യൂസിങ് ടു ഓർ ഇനഫ് ടു. അപ്പം ഷീ ഈസ് സ്ട്രോങ്, ഷീ ക്യാൻ ക്ലൈംബ് ദ മൗണ്ടൻ. അത് ഷീ ഈസ് ടു സ്ട്രോങ് ടു ക്ലൈംബ് ദ മൗണ്ടൻ. ഓർ ഷീ ഈസ് ഇനഫ് സ്ട്രോങ്, ഷീ ഈസ് സ്ട്രോങ് ഇനഫ് ടു ക്ലൈംബ് ദ മൗണ്ടൻ. അങ്ങനെ ഏത് കാറ്റഗറി ആണോ, ലൈക്ക് ഏത് വേർഡ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക, അത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറയാണ്. ഇത് നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. നെക്സ്റ്റ് ചോദിച്ചേക്ക് നോക്കൂ, കറക്റ്റ് ടെൻസ് ഓഫ് വേർബ്. നമ്മൾ ടെൻസുകൾ പഠിച്ചല്ലോ, ഇവിടെയാണ് അത് യൂസ് ചെയ്യേണ്ടി വരിക. ആൻഡ് ഓൾസോ കോൺകോഡ്സും പഠിച്ചു. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് പഠിച്ചതല്ലേ, എന്താണ് ഏത് വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയണമെങ്കിൽ അത് പഠിക്കണം. പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് പ്രസി. പ്രസി എന്താണ്, സമ്മറിയുടെ മറ്റൊരു വാക്കാണ് പ്രസി. നമ്മൾ നോക്കിയതല്ലേ. അപ്പം വലിയൊരു ടെക്സ്റ്റ് തരും, അതിൻ്റെ ഒരു പ്രസി എഴുതാൻ പറയും. ഓൾറൈറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മറി എങ്ങനെയാണ് എഴുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രം എടുത്ത് എഴുതുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ നോക്കൂ, 1 to 3 പാരഗ്രാഫ്സിനുള്ളത് നമ്മൾ ഒരു പാരഗ്രാഫായിട്ട് മാറ്റി. അതിൻ്റെ മറ്റൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം പ്രസി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 4 പാരഗ്രാഫ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1.5 പാരഗ്രാഫിൽ നമ്മൾ അതിൻ്റെ സമ്മറി എഴുതി നിർത്തണം. സമ്മറിയുടെ മറ്റൊരു പേരാണ് പ്രസി. ഓക്കെ. സമ്മറി എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ പ്രസി എങ്ങനെയാണ് എഴുതേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രം എഴുതുക. ആൻഡ് അത് എഴുതുമ്പം ടെക്സ്റ്റ് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ കോപ്പി അടിച്ച് എഴുതല്ല വേണ്ടത്, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ടതാണ് പ്രസി. ഓക്കെ. എസ്സേ റൈറ്റിങ്ങിൻ്റെ പല വാട്ട് ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. നാരറ്റീവ് എസ്സേ, പെർസ്വേസീവ് എസ്സേ, എക്സ്പ്ലിസിറ്ററി എസ്സേ, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. അതിൻ്റെ കോമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഹൗ ഡു വി റൈറ്റ് എൻ എസ്സേ, ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, ബോഡി എഴുതുന്നു, കൺക്ലൂഷൻ എഴുതുന്നു. സോ അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചതിന് ശേഷം നമുക്കൊരു ടോപ്പിക്ക് തന്നാൽ ഒരു എസ്സേ നമുക്ക് എഴുതാൻ സാധിക്കണം. കുറച്ച് സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേയുടെ. ഓക്കെ. സോ വൈ ആർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സ്റ്റിൽ പോപ്പുലർ, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോംപ്റ്റുകളും തന്നിട്ടുണ്ട്.
പ്രാക്ടീസ് ചെയ്യുക എഴുതി. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. എന്തായാലും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ എസ്സേ ആയിട്ടോ വരാൻ സാധ്യതയുള്ളതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് സാമ്പിൾ എസ്സേസ് നമുക്ക് സാമ്പിൾ എസ്സേസ് ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് എഴുതണം. ഓക്കെ, സോ മൈ ഫേവറേറ്റ് ഡേ ഇൻ സ്കൂൾ, അത്തരത്തിലുള്ള സിമ്പിൾ ടോപ്പിക്സ് ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എളുപ്പമാണ്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈക്ക് ഐ ഹാവ് ഹാഡ് ഒരു ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസ് വെച്ച് എഴുതുന്നു, എന്താണ് പറയാൻ പോകുന്നതെന്ന് എഴുതുന്നു, ബോഡിയിൽ എന്തുകൊണ്ടാണ് ഫേവറേറ്റ് സ്കൂൾ ഡേ എന്താണെന്ന് എഴുതുന്നു, ആൻഡ് കൺക്ലൂഷനിൽ ഓക്കെ ദിസ് ഇസ് വൈ ഐ ലവ് ദിസ് ഡേ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഡേ ഇൻ സ്കൂൾ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ഈസി ആയിട്ട് എസ്സേസ് എഴുതാൻ പറ്റും. ഈ സാമ്പിൾ എസ്സേസ് മാത്രം ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിലിരിക്കുമ്പം, ഇത് ആക്ച്വലി കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. റിപ്പോർട്ട് റൈറ്റിംഗ്, സോറി അത് ഇതിനല്ല കേട്ടോ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, മൈ ബാഡ്. റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്, സാമ്പിൾ റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് എഴുതുക. അത്രയേ ഉള്ളൂ, ദാറ്റ് ഇസ് റിപ്പോർട്ട്. നിങ്ങൾ മീറ്റിംഗ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, സെക്രട്ടറിയാണ് റിപ്പോർട്ട് എഴുതുക അല്ലേ. 28-ാം തീയതി ഓഗസ്റ്റ് 28-ാം തീയതി 11 മണിക്ക് ഒരു മീറ്റിംഗ് നടക്കപ്പെട്ടു. മീറ്റിങ്ങിനുണ്ടായിരുന്നവർ ഇന്ന ആളുകളാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത് എക്സെട്ര. ഇതെല്ലാം നമ്മൾ എഴുതുമല്ലോ, അതാണ് റിപ്പോർട്ട്. ദാറ്റ്സ് ഓൾ. അതിൻ്റെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോമാറ്റ് ഫോളോ ചെയ്ത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രാക്ടീസ് എക്സസൈസസിൽ ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ റിപ്പോർട്ട് ആസ് വെൽ. അങ്ങനെ നമ്മളുടെ ബുക്ക് തീരുകയാണ്. അപ്പം എല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചാണ്, എക്സെപ്റ്റ് ഫോർ കുറച്ച് ഡെഫിനേഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻസ്, പല കാറ്റഗറീസായിട്ടുള്ള വേർബ്സ് നോക്കി, നൗൺസ് നോക്കി, ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതെന്തായാലും പഠിച്ചു വയ്ക്കണം. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാമ കണ്ടു, പഠിച്ചു വയ്ക്കണം. ആൻഡ് അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. അപ്പം റീഡിങ് ആ പാസേജസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ആ 4th ബ്ലോക്കിലെ എല്ലാം നമ്മളെല്ലാ യൂണിറ്റ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ പറ്റൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ അവർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ദാറ്റ് വിൽ ബി ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ആസ് വെൽ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് നോക്കാം, കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും നോക്കാം. Okay, so that'll be it for today's session, guys. I'll see you in the next video. Take care till then. Bye.